അടിമാലി ട്രാഫിക് പോലീസ് യൂണിറ്റിന്റെ പ്രവർത്തനം അവതാളത്തിൽ. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾ നികത്താതെ വരുന്നതിന് യൂണിറ്റിന്റെ പ്രവർത്തനം താറുമാറാകാൻ കാരണമാകുന്നു. ഇതോടെ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലെ പോയിന്റ് ഡ്യൂട്ടിക്കപ്പുറം അടിമാലി ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം മറ്റു മേഖലയിൽ ലഭ്യമാകുന്നില്ല. മുൻപ് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് 43 പോലീസുകാരുമായി അടിമാലിയിൽ ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ആദ്യകാലങ്ങളിൽ യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായിരുന്നെങ്കിലും മാറിവന്ന സർക്കാർ ഈ യൂണിറ്റിനോട് കടുത്ത അവഗണന കാട്ടി. ഇതോടെ പരമാവധി അംഗബലം 24 ചുരുക്കി. 24 പോസ്റ്റുകളുള്ള യൂണിറ്റിൽ ഇപ്പോൾ 12 പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമാണ് അവശേഷിക്കുന്നത്. സ്പെഷ്യൽ ഡ്യൂട്ടിയും മെഡിക്കൽ ലീവുകളും കഴിയുമ്പോൾ പരമാവധി 6 പേരിലേക്ക് യൂണിറ്റ് ചുരുങ്ങും. ഇതോടെ അടിമാലി സെൻട്രൽ ജംഗ്ഷനിലെ പോയിന്റ് ഡ്യൂട്ടിക്കപ്പുറം അടിമാലി ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം മറ്റു മേഖലയിൽ ലഭ്യമാകുന്നില്ല. അടിമാലിയുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 24ഓളം വരുന്ന പോലീസുകാർ ട്രാഫിക് പോലീസിലാണ് സ്ട്രെങ്ത് എങ്കിലും കേവലം 12 പേര് മാത്രമാണ് ഈ പോലീസ് സ്റ്റേഷനിൽ ഉള്ളത്. അതും അനുവദിക്കപ്പെട്ട ലീവുകൾ കഴിയുമ്പോൾ അവശേഷിക്കുന്നത് 4ഓ 5ഓ പോലീസുകാരാണ് ഈ ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അടിമാലി അമ്പലപ്പടി ജംഗ്ഷൻ മുതൽ അടിമാലി പരിസരത്താകെ ഈ റൂട്ട് നിൽക്കുവാനും ഗതാഗതം നിയന്ത്രിക്കുവാനും ഒക്കെ ഉള്ളത്. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പലപ്പോഴും അതിന്റെ ബുദ്ധിമുട്ട് നിമിത്തം മണിക്കൂറുകളോളമാണ് അടിമാലി ടൗണിൽ ട്രാഫിക് ബ്ലോക്കായി മാറുന്നത്. അതുപോലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി കുട്ടികൾ പോകുന്ന പ്രദേശത്ത് റോഡിലൂടെ ക്രോസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ അടിയന്തരമായി അടിമാലി ട്രാഫിക് പോലീസിലേക്ക് അനുവദിക്കപ്പെട്ട ജീവനക്കാരെ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ട്രാഫിക് പരിഷ്കാരം പൂർണ്ണമാക്കുകയും ഗതാഗത തടസ്സം ഒഴിവാക്കാൻ കഴിയുന്ന നടപടി സ്വീകരിക്കണമെന്നാണ് ഈ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് കുറ്റകൃത്യങ്ങൾ നടക്കുന്ന മേഖലകളിൽ ഒന്നാണ് അടിമാലി. ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കാനോ കേസുകൾ രജിസ്റ്റർ ചെയ്യാനോ കഴിയില്ല. ടൗണിൽ കാൽനട യാത്രാ സൗകര്യമുള്ള ഭാഗങ്ങളിലെല്ലാം വഴിവാണിഭക്കാരെയും അനധികൃത പാർക്കിംഗ് വാഹനങ്ങളാലും നിറഞ്ഞു. സീസൺ സമയങ്ങളിൽ ഗതാഗത കുരുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യാറുണ്ട്. ഈ സാഹചര്യത്തിൽ ട്രാഫിക് യൂണിറ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാണ് പ്രദേശവാസികളുടെയും വ്യാപാരികളുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ആവശ്യം. ന്യൂസ് ബ്യൂറോ, അടിമാലി.